ഹായ്, വെൽക്കം ടു എക്സ്പേർട്ട് ടോക്സ്. ഒരു കാലത്ത് അച്ഛനമ്മമാർക്കുള്ള വലിയൊരു സ്വപ്നമായിരുന്നു അവരുടെ മക്കള് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കാലം മാറി, കാലത്തിൻ്റെ കൂടെ തന്നെ ട്രെൻഡും മാറി. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് പെട്ടെന്ന് എങ്ങനെ ജോലി കിട്ടും, ഏത് കോഴ്സ് പഠിച്ചാലാണ് വേഗം ജോലി കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മാക്സിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കോർപ്പറേറ്റ് വേൾഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ വേഗത്തിൽ കോർപ്പറേറ്റ് വേൾഡിൽ കയറാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും കുറേ സംശയങ്ങളുണ്ടാവും. അങ്ങനെ നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഈ സെഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് റിലയൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൻറ്റർ ഹെഡ് ശാലിനി മാം ആണ്. ശാലിനി മാം, വെൽക്കം ടു ദിസ് ഇൻ്റർവ്യൂ. താങ്ക് യു മാം. ഇപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് മാർച്ച് ലാസ്റ്റായി, മാർച്ച് എൻഡായി, ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ടൈമാണ്. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് അടുത്ത കോഴ്സുകളിലേക്ക്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ടൈമാണ്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം, അങ്ങനെ 2 കാറ്റഗറീസിലുള്ള കുട്ടികൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ വർഷം പഠിക്കുന്നുണ്ട്, പക്ഷെ ജോലിയിലെത്തുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഇത്ര വർഷം പഠിച്ച് ഒരു ജോലിയിലെത്തുന്നതിന് പകരം എല്ലാവരും പെട്ടെന്ന് 1 ഇയർ കൊണ്ട് തീർക്കുക, 6 മന്ത്സ് കൊണ്ട് തീർക്കുക, അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് ഡയറക്റ്റ്ലി ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഓപ്ഷൻസാണ് കുട്ടികളിപ്പോൾ കൂടുതലും നോക്കുന്നത്. അതിൽ അങ്ങനെയുള്ള കോഴ്സസിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓരോ വർഷവും കുട്ടികൾ കൂടി വരികയാണ്, ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്ന കുട്ടികൾ കൂടി വരികയാണ്. ഇങ്ങനെ കൂടി വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ അവരിങ്ങനെ ചൂസ് ചെയ്ത് വരുന്നത്. എന്തൊക്കെയാണ് മാം ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ? ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു MBBS പഠിച്ചിറങ്ങിയ ഒരു ആൾക്ക് വർക്ക് ചെയ്യാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡാണ്. അല്ലെങ്കിൽ ഒരു CA പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റ് അക്കൗണ്ടിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യാവുന്നത്. പക്ഷേ ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാവുന്ന ഫീൽഡ്സ് എന്ന് പറയുന്നത് വൈഡ് ഫീൽഡ്സ് ആണ്. അതിൽ ഷിപ്പിംഗ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, ലോജിസ്റ്റിക്സ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനീസ്, ഇങ്ങനെ ഒത്തിരി ഏരിയാസിൽ അല്ലെങ്കിൽ ഒത്തിരി കമ്പനീസിൽ ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ഏത് കമ്പനിയിലാണെങ്കിലും ലോജിസ്റ്റിക്സ് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഏത് കമ്പനിയുടെ ഒരു പാർട്ട് എപ്പോഴും ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ അത്രത്തോളം വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഫീൽഡിന് ഉള്ളത്. തീർച്ചയായും. ഓക്കെ മാം, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഇപ്പം ഞാൻ പറഞ്ഞ ലോജിസ്റ്റിക്സ് ട്രെൻഡാണെന്ന്, പക്ഷേ കമ്പാരിറ്റീവ്ലി പെൺകുട്ടികൾ വളരെ കുറവാണ് ഈ കോഴ്സിലേക്ക് കയറുന്നത്. കൂടുതലും ആൺകുട്ടികളാണ് കയറി വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മേ ബി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഡെലിവറി ചെയ്യുന്ന ഒരാൾക്കാർ, ഡെലിവറി ഡെഫിനറ്റ്ലി ഒരു പാർട്ടാണ് ഇതിൻ്റെ. പക്ഷെ ബാക്കി തുറന്നു കിടക്കുന്ന വേറെ സാധ്യതകളെ പറ്റി അധികം ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കാം മേ ബി കുട്ടികളും അവരുടെ പാരൻസും പെൺകുട്ടികളെ കൂടുതലും ഈ ഫീൽഡിലേക്ക് പ്രിഫർ ചെയ്യാത്തത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ല, എന്നാലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, മാം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. മാം കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അവർ ജോലിക്ക് കയറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പം മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗേൾസിനും ഈക്വലി പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണോ ലോജിസ്റ്റിക്സ്? മേഘ ഈ പറഞ്ഞ കാര്യം ഇനീഷ്യൽ, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ 2008 ഈ ലോജിസ്റ്റിക്സ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചിൽ 1 or 2 ഗേൾസ് സ്റ്റുഡൻ്റ് ആയിരിക്കാം ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വരും. പക്ഷേ പിന്നീട് നമുക്കതിലൊരു ഗ്രാജുവൽ ഗ്രോത്ത് കാണാനായിട്ട് പറ്റി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ടായിരുന്നു. അതായത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഡെലിവറി അല്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ് ഇങ്ങനത്തെ വർക്കുകളാണ് മെയിനായിട്ട് കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ എബ്രോഡ് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൻ്റെ ജോലി സാധ്യതകൾ മനസ്സിലാക്കി അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ ഒരു ട്രെൻഡിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു. ഇപ്പോൾ ഇന്നത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചിൽ ഒരു 30% സ്റ്റുഡൻസും ഗേൾസ് സ്റ്റുഡൻസ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നു.
പ്രത്യേകിച്ച് പല കമ്പനികളും ഗേൾസ് സ്റ്റുഡൻസിനെ പ്രിഫർ ചെയ്യുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പല സ്റ്റുഡൻസ് തന്നെ ഗേൾസ് സ്റ്റുഡൻസ് പലപ്പോഴും ക്യാമ്പസ് സെലക്ഷൻ കിട്ടിപ്പോയ പല സ്റ്റുഡൻസും പിന്നീട് വിളിച്ച് നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട്. അവർ ജോയിൻ ചെയ്ത കമ്പനിയിൽ നിന്ന് 1 ഇയർ കഴിഞ്ഞപ്പം അവർക്ക് എബ്രോഡ് ദുബായിലും US-ലും അതുപോലെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ അവർക്ക് തന്നെ കിട്ടി എന്നുള്ളത് പിന്നീട് അറിയിക്കാറുണ്ട്. ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ കോഴ്സ് കൊണ്ടൊരു ഗുണം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അത്രയും മികച്ചതായിരിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പലരും പല അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട്. പൈസ മുടക്കുന്നു, പക്ഷേ ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഏത് സർട്ടിഫിക്കേഷൻ ആണ് ലോജിസ്റ്റിക്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്? സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പാസ്പോർട്ട് പോലെയാണ്. നമുക്കൊരു വേറൊരു രാജ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഈ സ്റ്റുഡൻസിന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി ടിക്കറ്റാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഇപ്പോൾ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യാനോ താല്പര്യപ്പെടുന്നില്ല. അവർ വേൾഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസാണ്. സോ അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എല്ലാ സ്റ്റുഡൻസും ഇന്ന് നോക്കുന്നത്. സോ അവിടെയാണ് CILT എന്ന് പറയുന്ന ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയുടെ പ്രസക്തി വരുന്നത്. അതായത് 1919 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അവാർഡിംഗ് ബോഡിയാണ്, പ്രൊഫഷണൽ ബോഡിയാണ്. അവരാണ് ഈ കോഴ്സ് സർട്ടിഫൈ ചെയ്യുന്നത്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട്. റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുട്ടികൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഓരോ ബാച്ചിലും. അപ്പോൾ ഡെഫിനറ്റ്ലി അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാവും. കുട്ടികളെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. റിലയൻറ്റിന് അത് എന്തൊക്കെയാണ്? ഈ ക്വസ്റ്റിന് ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആൻസറാണ്. ബിക്കോസ് വി ആർ ദ സ്പെഷ്യലിസ്റ്റ് ഇൻ ദിസ് സെക്ടർ ഓർ ഇൻ ദിസ് ഫീൽഡ്. മേഘയോട് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മേഘയ്ക്ക് ഒരു ചെറിയ ഹെഡേക്ക് വന്നു. മേഘ ഒരു MBBS ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമോ അതോ ഒരു MD ഫിസിഷ്യനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെയാണോ കൺസൾട്ട് ചെയ്യുന്നത്? സ്പെഷ്യലിസ്റ്റിനെയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിലയൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ഫീൽഡിൽ റിലയൻറ്റ് ഇത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ട്രെയിനിങ് കൊടുത്തു വരുന്നു. അതുകൂടാതെ CILT സർട്ടിഫിക്കേഷൻ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയതും റിലയൻറ്റ് തന്നെയാണ്. മാം, കമ്മിങ് ടു ദി ഇപ്പോൾ കറിക്കുലം ആണെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ ഡെഫിനറ്റ്ലി കുട്ടികൾ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്, എന്താണ് ഇവരുടെ കരിക്കുലത്തിൻ്റെ പ്രത്യേകത, അതുപോലെ എന്താണ് അവരുടെ മെത്തഡോളജി, ടീച്ചിങ് മെത്തഡോളജി എന്താണ്, അതൊക്കെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ആരാണ്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി മെയിൻ ഫാക്ടേഴ്സ് നോക്കുന്നതാണ് ആരാണ് പഠിപ്പിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണോ അതോ ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഇപ്പോൾ കയറിയ ടീച്ചേഴ്സാണോ, അതൊക്കെ നോക്കിയാണ് കുട്ടികളെ ചൂസ് ചെയ്യുന്നത്. അത് ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ്, ഹൗ ഇസ് റിലയൻറ്റ് ഡിഫറെൻറ്റ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് സിലബസ് ആണ്. പലപ്പോഴും പല യൂണിവേഴ്സിറ്റി കോഴ്സുകളും പാരൻസ് പഠിക്കുന്ന സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെ മക്കൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ കാര്യങ്ങൾ എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്ഡേറ്റഡ് സിലബസ് ഇന്നത്തെ കാലത്ത് ഒരു മസ്റ്റാണ്. CILTനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ഡേറ്റഡ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ ഇവിടുത്തെ കരിക്കുലം തന്നെ ഡെവലപ്പ് ചെയ്തത് നമ്മളുടെ ഇൻഡസ്ട്രി എക്സ്പേർട്സായ ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. അതായത് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി സ്റ്റുഡൻസിന് എന്താണ് വേണ്ടത് അത് മാത്രമായിട്ടൊരു കരിക്കുലം, ഒരു സിലബസാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി അത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഒരു കോൺസെപ്ച്വൽ ലേണിംഗ് ആണ്. അതായത് നമ്മളതിനെ വിളിക്കുന്നത് ABC ട്രെയിനിങ് എന്നാണ്. അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂം ട്രെയിനിങ് എന്നാണ്. പലതരം ആക്ടിവിറ്റികളിൽ കൂടിയാണ് ഈ കോൺസെപ്റ്റ്സ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത്. അത് കേസ് സ്റ്റഡീസ് ആവാം, റോൾ പ്ലേ ആവാം, സെമിനാർസ് ആവാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആവാം, ഡിബേറ്റ്സ് ആവാം, സംടൈംസ് ഈവൻ ത്രൂ ഗെയിംസ് പോലും ആവാം. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുണ്ട്. അതായത് ഇതൊരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് അപ്രോച്ചാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള പല സ്റ്റോറീസും നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആമി മൊയിലിൻ്റെ കഥ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ കൂടി നമ്മളൊരു കോൺസെപ്റ്റ്സ് അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ആ ഒരു കോൺസെപ്റ്റ് മറക്കില്ല എന്നുള്ളതാണ്. ലോജിസ്റ്റിക്സ് കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടി ചിലപ്പോൾ +2 കഴിഞ്ഞ ആളാവാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളാവാം, ഇനി ചിലപ്പോൾ ബാക്ക് പേപ്പേഴ്സ് ഉള്ള ആൾക്കാരും ആവാം, ഡിഗ്രി ബാക്ക് പേപ്പേഴ്സ് വരുന്നുള്ള ആൾക്കാർ.
ഇവർക്കൊക്കെ ഉള്ള ഡൗട്ടായിരിക്കാം, ഡിഗ്രിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സിന് ചേരാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ശരിക്കും ഡിഗ്രിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലേ? റിലയൻറ്റിലെ CLT സർട്ടിഫിക്കേഷൻ 3 കോഴ്സുകളാണ് കൊടുക്കുന്നത്. അത് ലെവൽ 5ഉം ലെവൽ 6 സർട്ടിഫിക്കേഷനാണ്, ഹയസ്റ്റ് ലെവൽ സർട്ടിഫിക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഡിപ്ലോമ, പ്രൊഫഷണൽ ഡിപ്ലോമ, PG ഡിപ്ലോമ ഇങ്ങനെ 3 കോഴ്സുകളാണ്. ഡിപ്ലോമയും പ്രൊഫഷണൽ ഡിപ്ലോമയും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. PG ഡിപ്ലോമയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നമ്മളുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേണിൻ്റെ കാരണം കൊണ്ടോ പല സ്റ്റുഡൻസും ഇപ്പം യൂണിവേഴ്സിറ്റി ഒരു 3 ഇയർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലിയർ ചെയ്യേണ്ട പേപ്പേഴ്സ് എന്ന് പറയുന്നത് 30 to 35 സബ്ജക്ട്സ് ആണ്. പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞ് ഒത്തിരി ബാക്ക് പേപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവർക്ക് നമ്മളുടെ പ്രൊഫഷണൽ ഡിപ്ലോമ പ്രോഗ്രാം ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രിക്ക് 1 or 2 ബാക്ക് പേപ്പർ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു PG ഡിപ്ലോമ ചെയ്യാനാണ് താല്പര്യം. സോ നിങ്ങൾ സപ്ലിമെൻ്ററി എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ജോയിൻ ഫോർ PG ഡിപ്ലോമ പ്രോഗ്രാം. അതായത് അപ്പോൾ PG ഡിപ്ലോമ കഴിയുന്നതിന് മുന്നേ ഈ ബാക്കിയുള്ള ബാക്ക് പേപ്പേഴ്സ് 1 or 2 പേപ്പേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാം. അതെ. ഓക്കെ മാം, ഇപ്പോഴത്തെ ജോബ് ഇൻഡസ്ട്രി, സ്പെസിഫിക്കലി ലോജിസ്റ്റിക്സ് ജോബ് ഇൻഡസ്ട്രി, ഏതൊരു ജോബ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന സ്കിൽസ് മാത്രം പോരാ, വിച്ച് ഇസ് ഹാർഡ് സ്കിൽസ് മാത്രം പോരാ. ഏതൊരു ജോബിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻട്രി കിട്ടണമെങ്കിൽ തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ് സ്കിൽസ്? അതായത് ഇന്ന് എല്ലാവരും ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും ഒരു എംപ്ലോയർ നോക്കുന്നത് നമ്മൾക്ക് അവരെ ഈ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ, നമ്മളുടെ കമ്പനിയിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ നമുക്ക് സബ്ജക്റ്റ് നോളജ് മാത്രം കൊണ്ട് ഒരു സ്ഥലത്തും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സോഫ്റ്റ് സ്കില്ലുണ്ട്. നമ്മൾ എത്ര സബ്ജക്റ്റിനെ പറ്റി അറിവുള്ള ഒരാൾക്കും ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുൻപിലെത്തി അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് നോളജ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റായിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പലപ്പോഴും ഡിഗ്രി വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വരുന്ന പല സ്റ്റുഡൻസിനും ഒരു 1-2 സെൻറ്റൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കാനോ എഴുതാനോ അറിയാൻ പറ്റാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് കൂടെയാണ് അവർ കടന്നു വരുന്നത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സബ്ജക്റ്റിന് കൊടുക്കുന്ന സെയിം ഇമ്പോർട്ടൻസ് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് കൊടുക്കുന്നുണ്ട്. സോ വീക്കിലി ഇപ്പോൾ 4 days സബ്ജക്റ്റ് ക്ലാസ് ആണെങ്കിൽ 5th day നിങ്ങൾക്ക് കിട്ടുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങും ഇതെല്ലാം നമ്മൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ മാം, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടി ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിച്ചിട്ട് പാസ്സായി, ആ ഒരു ലോജിസ്റ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവായിരിക്കാം മേ ബി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഡ് ഓൺസ് വേണം, ലൈക്ക് സർട്ടിഫിക്കേഷൻസ് എത്രയുണ്ട്. ഇപ്പോൾ അതും ഓരോ സ്കിൽ ഡെവലപ്പിംഗ് സർട്ടിഫിക്കേഷൻസ് ആണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ തന്നെ നമ്മൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ചിലപ്പം എന്തെങ്കിലും എക്സ്ട്രാ സോഫ്റ്റ്വെയർ വേണമായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്തെങ്കിലും പ്രൊഫഷൻസി വേണമായിരിക്കും. അങ്ങനെയുള്ള ആഡ് ഓൺ സാധനങ്ങളുണ്ടല്ലോ, അത് എന്തൊക്കെയാണ്? അതായത് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോജിസ്റ്റിക്സ് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് റിലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിവിടെ കൊടുക്കുന്ന ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പല കമ്പനികളും കമ്പ്യൂട്ടറൈസ്ഡ് വർക്കിംഗ് ആണ്. പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ്, പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓരോ കമ്പനിക്കും അവരുടേതായ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. സോ മെയിൻ കമ്പനീസൊക്കെ അല്ലെങ്കിൽ MNCs ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതൊരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ട്രെയിനിങ്, മോഡ്യൂൾ എന്ന് പറയും, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മോഡ്യൂളിൻ്റെ ട്രെയിനിങ്. അപ്പോൾ SAPയുടെ ഒരു സർട്ടിഫിക്കേഷൻ ആഡ് ഓൺ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ MS ഓഫീസും ഉണ്ട്. എയർ കാർഗോ ഓപ്പറേഷൻസ് ആൻഡ് ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ആഡ് ഓൺ സർട്ടിഫിക്കറ്റും ഉണ്ട്. റോബോട്ടിക്സ്, AI, ബ്ലോക്ക് ചെയിൻ, ഇങ്ങനെ ഒത്തിരി ആഡ് ഓൺസും നമ്മൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് CLT സർട്ടിഫിക്കറ്റ്സ് കൂടാതെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ആഡ് ഓൺസ് ഇപ്പം മാം പറഞ്ഞ SAP, Excel അതൊക്കെ എല്ലാവർക്കും മാൻഡേറ്ററി ആണോ അതോ? ഇല്ല, നമ്മൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ കൊടുക്കുന്നതാണ് ഈ ആഡ് ഓൺസ് സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, ഇപ്പോൾ റിലയൻറ്റിൻ്റെ സോഷ്യൽ മീഡിയ എല്ലാ പേജസിലും നമ്മൾ സ്റ്റുഡൻസിൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, OBT. ശരിക്കും എൻക്വയറീസ് കൂടുതലും എനിക്ക് മനസ്സിലായിടത്തോളം എൻക്വയറീസ് കൂടുതലും വരുമ്പോഴും എന്താണ് OBT, നിങ്ങൾ എന്താ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സാധനം എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്.
അപ്പോൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ കേട്ടിട്ടില്ല ഈ ഒരു സാധനം. എന്താണ് ശരിക്കും OBT എന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് OBT എന്ന് പറയുന്നത്, ഔട്ട് ബൗണ്ട് ട്രെയിനിങ് പ്രോഗ്രാമാണ്. സോ നമ്മളുടെ സ്റ്റുഡൻസിനെ ഒരു 3 ദിവസം ഒരു ലീഡിംഗ് മാനേജ്മെൻറ്റ് കോളേജിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുവഴി അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ടീം ബിൽഡിംഗ്, അതുപോലെ തന്നെ ഡെലിഗേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് OBT പ്രോഗ്രാം. പലപ്പോഴും സ്റ്റുഡൻസ് വളരെ ഇൻട്രസ്റ്റോടു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സ്റ്റുഡൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഫോർ ആഫ്റ്റർ ആ ഒരു ചേഞ്ച് നമുക്ക് OBTക്ക് ശേഷം പലപ്പോഴും കാണാറുണ്ട്. അതായത് 2-3 ദിവസം കുട്ടികൾ പോയി അവിടെ സ്റ്റേ ചെയ്യും, ചെറിയൊരു ട്രിപ്പ് പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു വൈബായിരിക്കും. അതെ. ഓക്കെ. അതായത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു 3 ദിവസം. അവർക്ക് രാത്രി 2 മണിക്കും 3 മണിക്കും ആ ക്യാമ്പസിൽ നടക്കാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, അതേസമയം ഫ്രീ ഇൻ ദ സെൻസ് നമ്മളെ ഫാക്കൽറ്റി കൂടെ ഉണ്ടാവും. ആ തരത്തിൽ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഈ OBT എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സബ്ജക്ട് നോളജ് അല്ലാതെ ബാക്കി നമ്മുടെ ലൈഫിൽ വേണ്ടിയിട്ടുള്ള ഈ ലൈഫ് കോൺഫിഡൻസ്, അതെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയാണ് ഈ OBTയിലൂടെ. ഓക്കെ മാം, വൈബിനെ പറ്റി സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയാണെങ്കിലും അവർക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫ് തീർന്നു, ആ ഒരു ലൈഫിനെ മിസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിക്കുമ്പോൾ ആ ഒരു ലൈഫ് കിട്ടുമോ? എനിക്ക് തോന്നുന്നു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെ മനസ്സിലും അല്ല, ഡെഫിനറ്റ്ലി വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ക്യാമ്പസ് ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ അങ്ങനെ ഒരു ആകെ ബോറായി പോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. ഇവിടെ റിലയൻറ്റിൻ്റെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ്? അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം കുട്ടികൾക്ക്? ഓക്കെ, ഈ ഒരു പ്രായത്തിൽ വരുന്ന സ്റ്റുഡൻസിനെ നമ്മൾ ഒത്തിരി നാളായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അവർ ഇവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത്. പഠനത്തിലുപരി അവർ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാനും കൂടിയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഫെസ്റ്റിവൽസും എല്ലാ സെലിബ്രേഷനും നമ്മളൊരു ഗ്രാൻഡായിട്ട് സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെയാണ് നടത്താറ്. നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും സ്റ്റുഡൻസ് ആ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു, ഈ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത്. സോ നമ്മളത് പർപ്പസ്ഫുള്ളി സ്റ്റുഡൻസിന് ആ ഒരു ക്യാമ്പസ് ലൈഫ് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് പല സെലിബ്രേഷൻസും നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പിള്ളേർ പഠിച്ചിറങ്ങുന്നു, പക്ഷെ ആർക്കും ജോലി കിട്ടുന്നില്ല. കൂടുതലും ഉള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇവരാരും ജോലിക്ക് പറ്റിയ ആൾക്കാരായിട്ട് പുറത്തിറങ്ങുന്നില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും അതാണ് ഉദ്ദേശം, അങ്ങനെ പഠിച്ചിറങ്ങണം, എന്നാലാണ് ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ പല ഹയർ ചെയ്യുന്ന കമ്പനീസ് പലരും പറയുന്ന ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇവരാരും എംപ്ലോയബിൾ അല്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, സ്റ്റുഡൻറ്റിൽ നിന്ന് ആ ഒരു പ്രൊഫഷണലിലേക്കുള്ള ഒരു ഗ്യാപ്പ് പലരിലും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങും കൂടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ റിലയൻറ്റിൽ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ ഗ്യാപ്പ്, അതായത് ക്യാമ്പസിൽ നിന്ന് കോർപ്പറേറ്റിലേക്ക് എത്തുന്ന ഒരു ഗ്യാപ്പ്, അത് ബ്രിഡ്ജ് ചെയ്യാൻ നമ്മളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുത്ത ഒരു പ്രോഗ്രാമാണ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ഓർ C2C എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന്. അതായത് ഇന്ന് ക്യാമ്പസിലിരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് നാളെ ഒരു കോർപ്പറേറ്റിൽ ചെന്ന് എങ്ങനെ വർക്ക് ചെയ്യണം, സോ അവരെ എംപ്ലോയബിൾ ആക്കാനുള്ള പല ട്രെയിനിങ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് സെഷൻസ്. അതായത് ഓരോ കോഴ്സിൻ്റെ എൻഡിലും നമ്മൾ ഒരു കോഴ്സ് തുടങ്ങുമ്പം ഇനീഷ്യൽ കുറച്ച് ദിവസം നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. സോ ഓറിയൻറ്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ടറിൽ സ്റ്റുഡൻസ്, കാരണം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. +2 കഴിഞ്ഞവരുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാവും. സോ ഈ ഒരു സെക്ടറിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കോഴ്സിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് ഈ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ പ്രോഗ്രാമിൽ അതുവരെ അവർ ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ സമ്മപ്പ് ചെയ്യുക ഒരു സൈഡിൽ, അതുകൂടാതെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു, അതുപോലെ തന്നെ ഗ്രൂമിങ് സെഷൻസ് നടത്തുന്നു. അവർക്ക് ഈ ഒരു ഫീൽഡിലുള്ള ടേംസും ടെർമിനോളജീസും എന്തൊക്കെയാണെന്നുള്ളത് വീണ്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സോ ഇതൊക്കെ ഈ ഒരു ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ട്രെയിനിങ് കഴിയുന്നതോടുകൂടി അവർക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് എംപ്ലോയബിൾ ആയി മാറുകയാണ്. അതെ. ഓക്കെ മാം, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ റിയൽ വേൾഡിൽ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പാടില്ല.
അപ്പോൾ അങ്ങനെ ഒരു റിയൽ വേൾഡ് സിനാരിയോ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ടോ റിലയൻറ്റിൽ? തീർച്ചയായിട്ടും. അതിന് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. അവരുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതായത് സ്റ്റുഡൻസിനെ നമ്മൾ വർക്കിംഗ് കമ്പനീസിൽ കൊണ്ടുപോകുന്നു. അവിടെ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ആക്ച്വൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അവർക്ക് കണ്ടറിഞ്ഞ് അവിടുത്തെ എക്സ്പേർട്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് മനസ്സിലാക്കാൻ അവസരം. അതായത് ക്ലാസ്സിൽ തിയറി ആയിട്ട് പഠിക്കുന്നത് അവിടെ പോയി അവർ റിയൽ ആയിട്ട് കാണുന്നു. അതെ, തീർച്ചയായും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അത് ഒരു കാര്യം. അതുകൂടാതെ നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റഡീസ് തന്നെയാണ്. അതായത് ഇവർ ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ കമ്പനിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്നത് വെറും ഷോർട്ട് ടേം ഒരു ഡ്യൂറേഷൻ ആയിരിക്കാം. പക്ഷേ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ 2 months 3 months പ്രോഗ്രാമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിനെ കമ്പനിയിൽ വിട്ട് അവിടെ ഒരു ആസ് എ സ്റ്റാഫ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ട്രെയിനിങ് കിട്ടാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഡെഫിനറ്റ്ലി. ഓക്കെ മാം, ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം വരുന്നതാണ് ഇത്രയൊക്കെ പഠിച്ചു പക്ഷെ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ അറിയണമല്ലോ നമ്മൾ ഇത്രയൊക്കെ വേക്കൻസീസ് വരുന്നുണ്ട്, അതിലേക്ക് ഇവരെ ബ്രിഡ്ജ് ചെയ്യാൻ കൈൻഡ് ഓഫ് ഒരു ആക്ടിവിറ്റിയും ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് റിലയൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വരുന്നത്? ഓക്കെ, റിലയൻറ്റിൽ പ്ലേസ്മെൻറ്റ്സ് തരുന്നത് 3 വിധത്തിലായിട്ടാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ കമ്പനീസിന് ഇപ്പം ബൾക്കായിട്ട് റിക്വയർമെൻറ്റ് വരാം, വേക്കൻസി വരാണെങ്കിൽ കമ്പനീസ് എന്ത് ചെയ്യും, ജോബ് മാർക്കറ്റിൽ പോയി പല ആൾക്കാരെയും കണ്ടെത്തുന്നതിനേക്കാളും അവർക്ക് എളുപ്പം ഇങ്ങനെ ഒരു ക്യാമ്പസിൽ ഒരു ഡ്രൈവ് നടത്തി സ്റ്റുഡൻസിനെ, കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ 15 വർഷമായിട്ടുള്ളത് കൊണ്ട് തന്നെ പല കമ്പനീസായിട്ട് നമുക്ക് ഓൾറെഡി ടൈപ്സ് ഉണ്ട്, നെറ്റ്വർക്ക് അത്രയും ഉണ്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇങ്ങനെ ബൾക്ക് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമ്മുടെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യും. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ അവരായിട്ട് ഷെയർ ചെയ്യുന്നു. അവർ ക്യാമ്പസിൽ നേരിട്ട് വന്ന് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്ത് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ക്യാമ്പസ് ഡ്രൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ കമ്പനീസ് ഡയറക്ട്ലി ക്യാമ്പസിൽ വന്ന് ഹയർ ചെയ്യും. അതെ, അതാണ് ക്യാമ്പസ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിനെ ഇന്റേൺഷിപ്പിന് അയക്കുന്നുണ്ട് പല കമ്പനീസിലും. സോ അവരവിടെ ചെന്ന് അവരുടെ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ കമ്പനിയിൽ ആ സമയത്ത് ഒരു വേക്കൻസി വരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഈ ട്രെയിൻഡ് ഇന്റേൺസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എന്തുണ്ടാവും, ഇന്റേൺഷിപ്പ് വിൽ ടേൺ ഇൻ ടു പ്ലേസ്മെന്റ്. അത് അവിടെ ആ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ തന്നെ അവർക്ക് പ്ലേസ്ഡ് ആവാനുള്ള അവസരങ്ങളുണ്ടാവും. ഇതൊന്നും നടന്നില്ല, ഈ 2 ഇതിലും നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഷെഡ്യൂൾഡ് ഇന്റർവ്യൂ എന്ന് പറയും. പല കമ്പനികളിലും വേക്കൻസി വരുന്നത് പല സമയത്തായിരിക്കും. സോ നമ്മളുടെ ഈ കമ്പനി നെറ്റ്വർക്ക് കുറേ കാലമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ വേക്കൻസി വരുമ്പം അവർ ഓൾറെഡി നമ്മളുടെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരെ കാൻഡിഡേറ്റ്സിനെ വേണം എന്ന് പറയുന്നു. നമ്മുടെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ കമ്പനിയിൽ വിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കുന്ന രീതിയാണ് ഷെഡ്യൂൾഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ഇതല്ലാതെ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ്സിലേക്ക് പോകുന്ന കാറ്റഗറി ഓഫ് അതിന്. സോ ഈ 3 മെത്തേഡ് വഴിയും എബോവ് 90% സ്റ്റുഡൻസും നമ്മുടെ പ്ലേസ്ഡ് ആയി കഴിയും. മാം, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞവർക്കുമുള്ള കോഴ്സസ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള കോഴ്സസും അവൈലബിൾ ആണ്. ഈ ഡിഗ്രി ബാക്ക് പേപ്പേഴ്സ് ഉള്ളവരാണെങ്കിലും ഡിഗ്രി കൊണ്ട് നമുക്ക് കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡിഗ്രി ഹോൾഡ് ചെയ്യേ വേറൊരു കോഴ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന +2 ഉള്ള ഒരാളെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. ഇവർ തമ്മിൽ കിട്ടുന്ന ജോലികൾക്ക് അതായത് +2 കഴിഞ്ഞ ഒരാൾ ഒരു സർട്ടിഫിക്കറ്റ്, ലോജിസ്റ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ജോലിയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ജോലി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? അങ്ങനെ, അതായത് ഈ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിക്കാൻ നമുക്ക് +2 ബേസിക് ക്വാളിഫിക്കേഷൻ മതി എന്ന് പറഞ്ഞു. ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും ഒരു ജോബ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ജോലി നേടിയെടുക്കാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റും. പക്ഷെ പിന്നീട് അവിടെ നിന്ന് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ എപ്പോഴും ഡിഗ്രി മസ്റ്റാണ്. അപ്പം നമ്മൾ സ്റ്റുഡൻസിന് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് മിനിമം ഒരു ഡിഗ്രി വേണം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ കോഴ്സ് ഇരിക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസ്റ്റന്റ് ആയിട്ടെങ്കിലും ഒരു ഡിഗ്രി കയ്യിൽ വെക്കുന്നത്, ബിക്കോസ് കരിയർ ഗ്രോത്ത് വരുമ്പോൾ പ്രൊമോഷൻസിലൊക്കെ കൺസിഡർ ചെയ്യും. പിന്നെ എൻട്രി ലെവൽ ജോബിനും വ്യത്യാസമുണ്ട്. +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് പോകുന്ന ഒരു സ്റ്റുഡൻറ്റും PG ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി വിത്ത് PG ഡിപ്ലോമ കഴിഞ്ഞ് പോകുന്നതും എൻട്രി ലെവൽ ജോബിന് വ്യത്യാസങ്ങളുണ്ട് എപ്പോഴും. കാരണം പണ്ട് കാലത്ത് ഒരു 10th വാല്യൂ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രിക്ക് എന്നുള്ളതാണ്
സാധാരണ പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും +2 കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്യുവാണെങ്കിലും കയ്യിലൊരു ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ടെങ്കിലും ഒരെണ്ണം ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ മാം, ഇപ്പോൾ മാമിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പലർക്കുമുള്ള ഡൗട്ടുകളാണ്. ഒന്നാമത്തെ നമ്മൾ ഗേൾസിൻ്റെ കാര്യം സംസാരിച്ചു, അവർക്ക് എങ്ങനെയാണ് ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ സാധ്യതകൾ കൂടുതലുണ്ടോ, പിന്നെ ഈ +2 ഡിഗ്രി ബാക്ക് പേപ്പേഴ്സ് അങ്ങനെ കുറേ നമുക്ക് സംശയങ്ങളുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും നേരം മാം ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് ഇതൊക്കെ ആൻസർ ചെയ്തു. അപ്പോൾ വി ആർ റിയലി താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മേഘ.